2020 ലോകകപ്പിലെ രണ്ടാം സെമിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോവുകയാണ്. ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി കിവീസിന് എതിരാളികൾ ഇന്ത്യയോ ഇംഗ്ലണ്ടോ എന്നാണ് അറിയാനുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള നിരയാണ് ഇംഗ്ലണ്ട്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം സെമിയിൽ ഇന്ത്യക്ക് മുകളിൽ വലിയ സമ്മർദ്ദമാണുള്ളത്. എന്നാൽ ഇതിനെ മറികടന്ന് നീലപ്പട ഫൈനലിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ത്യയുടെ ബാറ്റിംഗിലെ വലിയ പ്രതീക്ഷകൾ സഞ്ജു സാംസണിന് മുകളിലാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ഹീറോയായത് സഞ്ജു ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെമിയിലും സഞ്ജുവിൽ ആരാധകരും ടീമും വിശ്വാസം അർപ്പിക്കുന്നു. എന്നാൽ സഞ്ജുവിന് വലിയ ഭീഷണി ഉയർത്തി ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചർ അവിടെയുണ്ട്. പവർ പ്ലേയിൽ ആർച്ചറുടെ ബൗളിംഗ് വെല്ലുവിളി മറികടക്കുക എന്നതാണ് സഞ്ജുവിന്റെയും അഭിഷേക് ശർമ്മയുടെയും മുന്നിലെ വലിയ തലവേദന. എന്തുകൊണ്ടാണ് സഞ്ജു ആർച്ചറുടെ ബൗളിങ്ങിനെ കരുതിയിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ആർച്ചർ സഞ്ജു നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കാണ്. 2005 ഇംഗ്ലണ്ട് പരമ്പരയിൽ സഞ്ജുവിനെ പലവട്ടം വിറപ്പിച്ച ബൗളറാണ് ആർച്ചർ. ആർച്ചറുടെ 23 പന്തുകളാണ് സഞ്ജു നേരിട്ടത്. നേടിയത് വെറും 25 റൺസാണ്. 2 6-ഉം 1 4-ഉം നേടിയ സഞ്ജുവിന്റെ പ്രകടനശേഷി 108 മാത്രമാണ്. 3 തവണയാണ് ആർച്ചർ സഞ്ജുവിനെ പുറത്താക്കിയത്. ഈ കണക്കുകൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഇത്തവണയും നേർക്കുനേരെത്തുമ്പോൾ ആർച്ചർക്ക് ഈ കണക്കുകൾ സഞ്ജുവിനെതിരെ കൂടുതൽ ആത്മവിശ്വാസം നൽകും. അതുകൊണ്ട് തന്നെ ആർച്ചർക്കെതിരെ സഞ്ജുവിന് മാനസിക മുൻതൂക്കം ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ആർച്ചർക്ക് സഞ്ജുവിനൊപ്പം രാജസ്ഥാൻ റോയൽസിൽ കളിച്ചുള്ള അനുഭവ സമ്പത്തുമുണ്ട്. സഞ്ജു നായകനായിരിക്കെ കളിച്ചിട്ടുള്ള താരമാണ് ആർച്ചർ. നെറ്റ്സിലടക്കം സഞ്ജുവിനെതിരെ പന്തെറിഞ്ഞ് മലയാളി താരത്തിന്റെ കരുത്തും ദൗർബല്യവും ആർച്ചർക്ക് നന്നായി അറിയാം. സഞ്ജുവിന്റെ പരിശീലനവും പ്രകടനമെല്ലാം പലതവണ അടുത്തുനിന്ന് വീക്ഷിച്ചിട്ടുള്ള താരമാണ് ആർച്ചർ. അതുകൊണ്ട് തന്നെ എങ്ങനെ സഞ്ജുവിന്റെ തന്ത്രം മെനയണമെന്ന് ആർച്ചർക്ക് നന്നായി അറിയാം. ഈ തന്ത്രം പൊളിക്കാൻ സഞ്ജുവിന് എങ്ങനെ സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മൂന്നാമത്തെ കാര്യം, സഞ്ജുവിന്റെ ദൗർബല്യങ്ങളൊന്നായ ഷോർട്ട് ബോൾ കിണി ഫലപ്രദമായി ഒരുക്കാൻ ശേഷിയുള്ള താരമാണ് ആർച്ചർ. നല്ല വേഗം കൈമുതലായുള്ള ബൗളറാണ് ആർച്ചർ. മണിക്കൂറിൽ 145 കിലോമീറ്റർ മുകളിൽ വേഗത്തിൽ തുടർച്ചയായി പന്തെറിയാൻ ആർച്ചർക്ക് ശേഷിയുണ്ട്. ആർച്ചറുടെ അതിവേഗ ബൗൺസുകൾ പവർ പ്ലേയിൽ ഇന്ത്യൻ ഓപ്പണർക്ക് വെല്ലുവിളിയാക്കുമെന്ന് ഉറപ്പ്. മുംബൈയിലെ പിച്ച് ബാറ്റിങ്ങിനൊപ്പം പേസിനും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ബോളിൽ ആർച്ചറുടെ പേസ് ആക്രമണം ഇന്ത്യ ഭയക്കണം. വിൽ ജാക്സനെ ഉപയോഗിച്ച് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരെ പൂട്ടാനും ഇംഗ്ലണ്ട് ശ്രമിച്ചേക്കും. എന്നാലും ഈ വെല്ലുവിളികൾ മറികടന്ന് ഇന്ത്യ ഫൈനലിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. സെമി ഫൈനൽ പോരിനിറങ്ങുമ്പോൾ ഇന്ത്യയേക്കാൾ മുൻതൂക്കം ഇംഗ്ലണ്ടാണെന്ന് പറഞ്ഞാലും തെറ്റാകില്ല. ഇതിനും ചില കാരണങ്ങളുണ്ട്. ആദ്യത്തേത് സ്പിന്നറുടെ പ്രകടനമാണ്. ഇന്ത്യയുടെ സ്പിന്നറിൽ വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ എന്നിവരാണുള്ളത്. കുൽദീപ് യാദവിനെ ഇന്ത്യ ബെഞ്ചിലിരുത്തുകയാണ്. സെമിയിലും കുൽദീപിന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇന്ത്യയുടെ സ്പിന്നറുടെ സമീപകാല പ്രകടനം നോക്കുമ്പോൾ റൺസ് വിട്ടെടുക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാട്ടുന്നില്ല. വരുൺ ചക്രവർത്തിയെ ഇന്ത്യ തുറുപ്പുചീട്ടായാണ് കാണുന്നത്. എന്നാൽ സൂപ്പർ 8-ൽ വരുൺ നന്നായി തല്ലുവാങ്ങിയതായി കാണാനാവും. അക്ഷർ പട്ടേലിന്റെ പ്രകടനവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇംഗ്ലണ്ട് സ്പിന്നർമാർ മികച്ച ഫോമിലാണ്. ആദിൽ റഷീദ് 11 വിക്കറ്റുകളാണ് നേടിയത്, അതും 7.83 ഇക്കോണമിയിൽ. ലിയാം ഡൗസൺ 7.30 ഇക്കോണമിയിൽ 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കൂടാതെ വിൽ ജാക്സൺ പാർട്ട് ടൈം ബൗളറായിട്ടും ഞെട്ടിക്കുന്നു. ഇന്ത്യയുടെ സ്പിന്നറിനേക്കാൾ നിലവിൽ ഫോമിലുള്ളത് ഇംഗ്ലണ്ട് സ്പിന്നർമാരാണെന്നത് അവർക്ക് മുൻതൂക്കം നൽകുന്നു. രണ്ടാമത്തെ ഘടകം ബാറ്റിംഗ് നിരയുടെ പ്രകടനമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര T20യിൽ ഏതൊരു എതിരാളികളെയും വിറപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 8-ാം നമ്പർ വരെ ബാറ്റിംഗ് എടുത്ത് അവകാശപ്പെടാൻ ഇന്ത്യക്കാവും. എന്നാൽ ഇതിൽ ഫോമിലുള്ള താരക്കെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എളുപ്പമാവില്ല. മറുവശത്താകട്ടെ ഇംഗ്ലണ്ട് നിരയിൽ ഹാരി ബ്രൂക്ക് മികച്ച ഫോമിലാണുള്ളത്. 228 റൺസ് താരം ഇതിനോടകം നേടിയിട്ടുണ്ട്. വിൽ ജാക്സ് 191 റൺസ് അടിച്ചെടുത്തപ്പോൾ ജേക്കബ് ബെദൽ 175 റൺസും നേടി. ടോം ബാനർ, ഫിൽ സാൾട്ട് എന്നിവരും തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുന്നതാണ്. സഞ്ജു സാംസണെ വിശ്വസ്തരെന്ന് വിളിക്കാനാവില്ല. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവർ സ്ഥിരത കാട്ടുന്നില്ല. സൂര്യകുമാർ വലിയ സ്കോറിലേക്ക് ഉയരാനാവുന്നില്ല. ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ശിവൻ ദുബെ എന്നിവരുടെ കാമികൾ ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരൊന്നും പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ലെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഫീൽഡിംഗ് ആണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിലടക്കം ഇന്ത്യ നിരവധി ഫീൽഡിംഗ് പിഴവുകൾ വരുത്തി. അഭിഷേക് ശർമ്മ പന്ത് പിടിക്കാൻ അറിയാത്ത പോലെയാണ് ഫീൽഡ് ചെയ്യുന്നത്. സെമിയിൽ ഓരോ ക്യാച്ചിനും വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മോശം ഫീൽഡിംഗ് വലിയ തലവേദനയാണ്. ഇന്ത്യയേക്കാൾ മികച്ച ഫീൽഡിംഗ് ഇംഗ്ലണ്ട് നടത്തുന്നതും അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇംഗ്ലണ്ട് ഫീൽഡിംഗ് നിലവാരം ഇന്ത്യയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ വിജയസാധ്യതകളെ ഉയർത്തുന്നതാണെന്ന് നിസ്സംശയം പറയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.